ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ CMA ഇൻ്റർമീഡിയറ്റിൻ്റെ ടാക്സേഷൻ എന്നുള്ള പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ട് എ ഇൻകം ടാക്സ് ലോസ് അതിൻ്റെ സ്റ്റഡി സ്ട്രാറ്റജി ആണ് നോക്കുന്നത്. കാരണം ഇനി നമുക്ക് ഡിസംബർ 2025 അറ്റംപ്റ്റിലേക്ക് ഓൾമോസ്റ്റ് 2 months ആണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ GST എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻകം ടാക്സ്. ഓക്കെ, കാരണം പാർട്ട് എയും പാർട്ട് ബിയും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ടാക്സേഷൻ എന്നുള്ള പേപ്പർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ എ ഇൻകം ടാക്സ് ലോസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 25 ദിവസമായിരുന്നു നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സസ് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ 26th ഡേ ഓൺവേർഡ്സ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ബേസിക് കൺസെപ്റ്റ്സ്, ബേസിസ് ഓഫ് ചാർജ്, ക്യാപിറ്റൽ വേഴ്സസ് റവന്യൂ റെസിപ്റ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഡേ 1, അതായത് 26th ഡേയിൽ ഡയറക്റ്റ് ടാക്സിൻ്റെ ഡേ 1 നമ്മൾ നോക്കുന്നത്. കാരണം റവന്യൂ നേച്ചർ ആണെങ്കിലും ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിലും ഓക്കെ അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് ടാക്സബിലിറ്റി വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് റവന്യൂ റെസിപ്റ്റിൻ്റെ ഡിഫറൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യും. രണ്ടാമത്തെ ദിവസം ഡേ 27 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം. കാരണം ഒരു പേഴ്സൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ ഇൻകത്തിനെ എങ്ങനെ ടാക്സ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയ ഡീംഡ് റെസിഡൻറ്റ് കൺസെപ്റ്റൊക്കെ കുറച്ച് 2 അറ്റംപ്റ്റ് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഡേ 28 മൂന്നാമത്തെ ദിവസം നമ്മൾ നോക്കുന്നത് അഗ്രികൾച്ചർ ഇൻകം എക്സംഷൻസും ആണ്. രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആണെങ്കിലും അതിലൊരു പാർഷ്യൽ ടാക്സബിലിറ്റി വരുന്നുണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം നമ്മുടെ ബേസിക് എക്സംപ്ഷൻ ലിമിറ്റും അഗ്രികൾച്ചർ ഇൻകം ടാക്സ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുക, ടോട്ടൽ ഇൻകത്തിന് മേലെ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക, അങ്ങനെ ഒരു കാൽക്കുലേഷൻ വരുന്നുണ്ട് ഇൻഡയറക്റ്റ് ടാക്സ് മെത്തേഡിൽ. അപ്പോൾ അതും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. എക്സംഷൻസ് ആയിട്ട് ചോദിക്കുകയല്ല ചെയ്യുക, പകരം എങ്ങനെ ചോദിക്കുകയെന്ന് വെച്ചാൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ 2-3 എക്സംപ്റ്റഡ് ഇൻകം ആയിരിക്കും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എക്സംപ്റ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഡേ 29 ക്വിക്ക് റിവിഷനാണ്. ഇത്രയും പഠിച്ച ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക, അതിൻ്റെ MCQs നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുക. അപ്പോൾ അടുത്തത് ഹെഡ്സ് ഓഫ് ഇൻകം, നമ്മുടെ മേജർ പോർഷനിലേക്ക് കടക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ സാലറിയാണ്. ഓക്കെ, ഇൻകം ഫ്രം സാലറി. അപ്പോൾ അതിൽ അലവൻസസ്, പെർക്വിസിറ്റ്സ്, അതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കാരണം അതിൽ കുറച്ച് ഭാഗം എക്സംപ്റ്റഡ്, കുറച്ച് ഭാഗം ടാക്സബിൾ. അപ്പോൾ അതിൻ്റെ അലവൻസസും പെർക്വിസിറ്റ്സും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഫുള്ളി ടാക്സബിൾ, ഫുള്ളി എക്സം, പാർട്ട്ലി ടാക്സബിൾ, പാർട്ട്ലി എക്സംപ്റ്റഡ്, അങ്ങനെ പല കാറ്റഗറിയിൽ വരുന്നുണ്ട്. എല്ലാം വൃത്തിക്ക് നോക്കേണ്ട ഭാഗങ്ങൾ തന്നെയാണ്. അടുത്തത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സും എക്സംഷൻസും. ഓക്കെ, റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിൽ മിക്കതും എക്സംഷൻ തന്നെയാണ്. അല്ലാത്തവർക്ക് 4 കണ്ടീഷൻ അല്ലെങ്കിൽ 3 കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് ആ ബേസിക് എക്സംഷൻ ലിമിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ സാലറിയിൽ അലവൻസസും പെർക്വിസിറ്റ്സും തന്നെയാണ് മെയിനായിട്ട് നോക്കാനുള്ളത്. പിന്നെ ഡേ 32 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഉള്ളതിൽ വെച്ച് കുഞ്ഞ ഹെഡ് തന്നെയാണ് ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് അതിൽ വരുള്ളൂ. പക്ഷേ അതിൽ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ട്രിക്കി ആവുന്ന ഏരിയ എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. കാരണം ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ, മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുക, അതേപോലെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ബാക്കി എളുപ്പമാണ്. അപ്പോൾ ഈ ഗ്രോസ് ആനുവൽ വാല്യൂ അത് നമ്മൾ ഈ പാർട്ട്ലി ലെറ്റ് ഔട്ട്, പാർട്ട്ലി സെൽഫ് ഒക്യുപ്പൈഡ്, അതേപോലെ ടൈം വെച്ചിട്ട് ഒരു 6 മാസം സെൽഫ് ഒക്യുപ്പൈഡ് ആയിരുന്നു, അതിനുശേഷം ലെറ്റ് ഔട്ടാണ്, ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് വരുന്നുണ്ട്. ഈ കണ്ടീഷൻസിൽ എങ്ങനെയാണ് GAY കമ്പ്യൂട്ടേഷൻ, എങ്ങനെയാണ് മുനിസിപ്പൽ വാല്യൂ, ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിലാണ് ഡൗട്ട് വരിക. അതേപോലെ തന്നെ ഈ മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്ന സമയത്ത് വാട്ടർ ടാക്സ്, അങ്ങനത്തെ ടാക്സുകളൊക്കെ മുനിസിപ്പൽ ടാക്സിൻ്റെ ഭാഗമാണ്. പക്ഷേ വാട്ടർ ചാർജസ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് മുനിസിപ്പൽ ടാക്സിൻ്റെ ഭാഗമല്ല. അപ്പോൾ അങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഡേ 33 ആണ് മൂന്നാമത്തെ ഹെഡ്, PGBP. അപ്പോൾ PGBPയിൽ ബേസിക് കൺസെപ്റ്റ്സും ഡിപ്രിസിയേഷനാണ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഭാഗങ്ങളാണ്. ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ടേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ബേസിക് കൺസെപ്റ്റ്സും ഡിപ്രിസിയേഷൻ എല്ലാവരും പേടിച്ച് മാറ്റി വയ്ക്കുന്ന ഹെഡാണ് PGBP എന്നുള്ള ഹെഡ്. പക്ഷേ സിമ്പിളാണ്, പവർഫുള്ളാണ് അല്ലേ. നമ്മൾ
പ്രേമ സിനിമയിൽ പറയുന്ന പോലെ ജാവ സിമ്പിളാണ്, പവർഫുൾ ആണെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് PGP എന്നുള്ള ഹെഡ് വളരെ സിമ്പിളാണ്. പക്ഷേ ആൾക്കാർക്ക് പേടി കാരണം മാറ്റി വയ്ക്കുന്ന ഒരു ഹെഡാണ്. അപ്പോൾ അങ്ങനെ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഡേ 34 സെക്ഷൻ 43B പ്രിസംപ്റ്റീവ് ടാക്സേഷൻ, അതേപോലെ ബാക്കിയുള്ള സെക്ഷൻസ് 40 സീരീസ് എല്ലാം നമ്മൾ അടുത്ത രണ്ടാമത്തെ ദിവസമാണ് നോക്കുന്നത്, ഡേ 34. ഡേ 35 ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസാണ് ഡേ 34 നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അങ്ങനെ 3 ദിവസമായിട്ട് PGP റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് നേടിയെടുക്കാം. കാരണം ഈ PGP ഹെഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് PGPയും ഹൗസ് പ്രോപ്പർട്ടിയും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ PGP സ്കിപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സ്കിപ്പാവും, ഹൗസ് പ്രോപ്പർട്ടി എന്നുള്ള ഹെഡും കൂടി സ്കിപ്പാവും. അപ്പോൾ അതിനേക്കാൾ ഭേദം സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് ഓടിച്ച് പഠിച്ചു വയ്ക്കുക. ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നത് 4ാമത്തെ ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻസ്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, എക്സംഷൻസും ഉണ്ട്. ഈ എക്സംഷൻസ് ആണ് 54 സീരീസ് എക്സംഷൻസ്, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് ഈ പ്രോബ്ലംസ്, അതായത് ക്യാപിറ്റൽ ഗെയിൻ തിയറീൻ്റെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ഡേ 37 ചെയ്യും. ഡേ 38 ഇൻകം ഫ്രം അതർ സോഴ്സസ്, നമ്മുടെ ഫൈനൽ റെസിഡ്യൂറി ഇൻകം ഹെഡാണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ്, അതിലാണ് ഈ ഡിവിഡൻഡ്, വിന്നിങ്സ്, ക്യാഷ് ഇൻകം എല്ലാം വരും. അത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. ഡേ 39 ഈ പഠിച്ച 5 ഹെഡുകളും റിവൈസ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രോബ്ലംസും ചെയ്യാം. ഓക്കെ. പിന്നെ വരുന്നത് ഡേ 40 ക്ലബിംഗ് ഓഫ് ഇൻകം, അതായത് മറ്റുള്ള ആൾക്കാരുടെ ഇൻകം എപ്പോഴൊക്കെയാണ് നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചിലപ്പോൾ നമ്മുടെ ചിൽഡ്രൻ്റെ ഇൻകം ഒക്കെ ചിലപ്പോൾ നമ്മുടെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ക്ലബിംഗ് ഓഫ് ഇൻകം, അതേപോലെ തന്നെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്, അതായത് നമുക്കൊരു ഹെഡിൽ നിന്ന് ഒരു ലോസ് ഉണ്ടായി, വേറൊരു ഹെഡിൽ നിന്ന് ഇൻകം ഉണ്ടായി. അപ്പോൾ ആ 2 ഹെഡുകൾ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ഒരു ഹെഡിൽ നിന്ന് തന്നെ ഒരു ഇൻകം, വേറെ ഇപ്പോൾ ബിസിനസ്സാണ്, ബിസിനസ് 1 നിന്ന് പ്രോഫിറ്റ്, ബിസിനസ് 2 നിന്ന് ലോസ്. അപ്പോൾ ഈ ബിസിനസ് 1ൻ്റെ പ്രോഫിറ്റിൽ നിന്ന് ബിസിനസ് 2ൻ്റെ ലോസ് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ഓഫിൽ പറയുന്നത്. ഇനി അങ്ങനെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ? കാരണം നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്താൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. അപ്പോൾ നമുക്ക് ലോസാണ് ഇൻകർ ചെയ്യുന്നതെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങോട്ട് പൈസ തരും, ഇങ്ങോട്ട് പൈസ തരില്ല അവർ ചെയ്യുക. പകരം എന്താ ചെയ്യുക, അവർ നമ്മുടെ ലോസിനെ എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് സമ്മതിക്കും. നമുക്ക് നെക്സ്റ്റ് ഇയർ പ്രോഫിറ്റിൻ്റെ കൂടെ അത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഡേ 42 ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A. ഓൾഡ് ടാക്സ് റെജീമിൽ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ന്യൂ ടാക്സ് റെജീമാണ് ഡിഫോൾട്ട് സ്കീം. പക്ഷേ ഓൾഡ് ടാക്സ് റെജീം ആണെങ്കിൽ 80C മുതൽ 80U വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻസ് കിട്ടും. ആ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് ആണ് ഡേ 42 നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഡേ 43 ടാക്സ് കമ്പ്യൂട്ടേഷൻ ഫോർ ഇൻഡിവിജ്വൽ, സ്ലാബ് റേറ്റ്, റിബേറ്റ്, റിലീഫ്, സർചാർജ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബേസിക് കൺസെപ്റ്റ്സ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, അഗ്രികൾച്ചർ ഇൻകം, 5 ഹെഡ്, ക്ലബിങ്, സെറ്റ് ഓഫ്, ഡിഡക്ഷൻസ്, ഇത്രയും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽസിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനാണ് നമ്മൾ ഡേ 43 നോക്കുന്നത്. ഡേ 43 കഴിഞ്ഞ് ഡേ 44 വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഡേ 44 ടാക്സ് കമ്പ്യൂട്ടേഷൻ ഫോർ HUF, AMT ബേസിക്സ്. ഓക്കെ, ഓൾട്ടർനേറ്റ് മിനിമം ടാക്സിൻ്റെ ബേസിക്സും HUFൻ്റെ ടോട്ടൽ ടാക്സ് കമ്പ്യൂട്ടേഷൻ. ഡേ 45 TDS, TCS, അഡ്വാൻസ് ടാക്സ്, സെൽഫ് അസസ്മെൻറ്റ്, പാൻ, റിട്ടേൺ ഫയലിംഗ്. ഓക്കെ, അപ്പോൾ ഈ 45ഉം 46ഉം TDSും TCSും ഒരുപാടുണ്ട്. പക്ഷേ എക്സാമിനോട് അടുക്കുന്നതുകൊണ്ട് പറയുകയാണ്, അത് കമ്പാരിറ്റീവ്ലി കുറച്ച് മാർക്കിന് വരുന്ന ഏരിയാസാണ്. ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷേ കുറച്ച് മാർക്ക്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റിയിൽ അത് വയ്ക്കുക. TDSും TCSും പഠിക്കണ്ടെന്നല്ല, പക്ഷേ ബാക്കി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ച് പ്രിഫറൻസ് കുറവാണ്. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ GSTയിൽ ചെയ്ത പോലെ തന്നെ ഡേ 47 ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നമ്മൾ എഴുതാണ്. ഡേ 48 മോക്ക് ടെസ്റ്റ് 2, അടുത്ത ദിവസം വീണ്ടും 2ാമത്തെ മോക്ക് ടെസ്റ്റ്, 3ാമത്തെ ദിവസം 3ാമത്തെ മോക്ക് ടെസ്റ്റ്. അങ്ങനെ നമ്മൾ 3 മോക്ക് ടെസ്റ്റ് വെച്ചിട്ട് നമ്മുടെ കംപ്ലീറ്റ് പോർഷനും റിവൈസ് ചെയ്യാണ്, നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണ് എല്ലാം ഓർമ്മയുണ്ടോ. അങ്ങനെ ഡേ 50 എത്തുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു മോക്കാണ് അല്ലേ, ആക്ച്വൽ എക്സാം അല്ല നമ്മൾ എഴുതുന്നത്.
അപ്പോൾ അതുകൊണ്ട് മുന്നേ നടന്നിട്ടുള്ള ആക്ച്വൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് തന്നെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ഡേ 51 നേരത്തെ പറഞ്ഞ പോലെ ഫൈനൽ ക്വിക്ക് റിവിഷൻ. അങ്ങനെ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയറും എല്ലാം കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും നമുക്ക് കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടാവും അല്ലേ, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് പഠിക്കാം. ഇപ്പോഴേ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 20 ഡേയ്സ്, കാരണം നമ്മളിത് December 1 വരെ കണക്കാക്കിയിട്ടുള്ളൂ, എക്സാം ആവുന്ന വരെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു 20 ഡേയ്സ് എക്സ്ട്രാ ടൈം കിട്ടും. അതും കൂടി കഴിയുമ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് ടാക്സേഷൻ എന്നുള്ള പേപ്പർ കിടുവായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക, പഠിച്ച് തീർക്കുക, ഈ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.